ചരിത്രം കഥ പറയുന്ന നിമിഷങ്ങൾക്ക് ഓച്ചിറ വീണ്ടും സാക്ഷ്യം വഹിക്കുകയാണ്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം വിളിച്ചോതുന്ന ഓച്ചിറയ്ക്ക് മാത്രം അവകാശപ്പെട്ട ഓച്ചിറ കളിയുടെ ആ തീവ്രതയില് കായംകുളം രാജാവും ഓണാട് രാജാവും പടവെട്ടിയതിന്റെ ചരിത്ര സ്മരണകള് വീണ്ടും ഇവിടെ അയവിറക്കുകയാണ്. കായംകുളം രാജാവും മോണാട് രാജാവും പടവെട്ടിയതിന്റെ ചരിത്ര സ്മരണകള് വീണ്ടും അയവിറക്കുമ്പോൾ എല്ലാ വർഷവും മിഥുനമാസത്തിലെ 1, 2 തീയതികളിൽ നടക്കുന്ന ഓച്ചിറക്കളി വീണ്ടും ജനഹൃദയങ്ങളിലേക്ക് പരസ്പരം യുദ്ധങ്ങളിൽ കൊമ്പുകോർത്തിരുന്ന രാജാക്കന്മാരെ സ്മരിച്ചുകൊണ്ട് എത്തുകയാണ്. അന്ന് കായംകുളം രാജാവും ഓണാടു രാജാവും പടവെട്ടിയതിന്റെ ചരിത്ര നിമിഷങ്ങള് അതേ ഓർക്കുകയാണ്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം ഇവിടെ വിളിച്ചോതുകയാണ്. ഈ രാജാക്കന്മാരുടെ യോദ്ധാക്കൾക്ക് പരിശീലനം നൽകിയ ഇടമായിരുന്നു ഈ പടനിലമെന്ന് അറിയപ്പെടുമ്പോൾ ആയോധനകളിയായ ഓച്ചിറയ്ക്ക് മാത്രം അവകാശപ്പെട്ടത്, ഓണാട്ടുകരയുടെ മാത്രം അവകാശപ്പെട്ട മറ്റ് കളരികളിൽ നിന്നും വ്യത്യസ്തമായ വൈത്താരികളുള്ള 18 ചുവടുകളും 18 അടവുകളുമുള്ള ഓച്ചിറക്കളി എല്ലാ വർഷവും മിഥുനം 1, 2 തീയതികളില് ഓച്ചിറയിൽ നടക്കുകയാണ്. കൊല്ലവർഷം 1201 മിഥുനം 1, 2 തീയതികളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. 2-ാം തീയതിയിലൂടെ കടന്നു പോവുകയാണ്. കൊല്ലവർഷം 917 അതായത് 1742 തുടങ്ങി 284 വർഷത്തെ ചരിത്ര പാരമ്പര്യം കുറിച്ചുകൊണ്ട് സംഘലിപികളില് ഈ ഓച്ചിറക്കളി മാറുകയാണ്. അതേ കായംകുളം രാജാവും മോണാട് രാജാവും പടവെട്ടിയതിന്റെ സ്മരണകള് വയവിറക്കുകയാണ്. 1742 നടന്ന ചരിത്ര പ്രസിദ്ധമായ കായംകുളം യുദ്ധത്തിന്റെ ഓർമ്മ വീണ്ടും ഓച്ചിറയുടെ നെഞ്ചകങ്ങളിലേക്ക് ഇടിച്ചു കയറുന്ന തുളച്ചു കയറുന്ന മഹനീയമായ ഭക്തി നിമിഷങ്ങളില് ഇതാ ഘോഷയാത്ര, 2-ാം ദിവസത്തെ ഘോഷയാത്ര അന്നദാന മന്ദിരത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച് അതേ ഇപ്പോൾ 8 കണ്ടം ചുറ്റി കടന്ന് വരികയാണ്. 650 കളരി സംഘങ്ങളിൽ നിന്നായി 800-ൽ പരം കളിയാശാന്മാരുടെ നേതൃത്വത്തില് 1 മാസമായി അഭ്യസിച്ച് 3 വയസ്സ് മുതൽ പ്രായമുള്ളവർ വരെ ഈ അഭ്യാസത്തിന്റെ ഭാഗമായി ആയോധനകള് ആ കലയാക്കി മാറ്റിക്കൊണ്ട് അതിന്റെ ഭാഗമായി നിരവധി യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഓച്ചിറയിലേക്ക് എത്തുകയാണ്. ഓണാട്ട് രാജാവും അതേ കായംകുളം രാജാവും തമ്മിൽ നടന്ന യുദ്ധത്തിന്റെ ചരിത്ര സ്മരണ